ചിത്തു ജോസഫ് എന്ന ചലച്ചിത്രകാരൻ മോഹൻലാൽ എന്ന നടനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയാണ് നേരിൽ. താരത്തിന്റെ അഭിനയ തികവ് നേരിലൂടെ ജിത്തു ജോസഫ് കൂടുതൽ ശക്തമായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നേര് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറല്ല, കോർട്ട് റൂം ഡ്രാമയാണ് എന്ന് ആദ്യമേ വ്യക്തമായിരുന്നു. അതുതന്നെയാണ് ജിത്തു ജോസഫിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി. ഏതു ത്രില്ലർ സിനിമ ഇറങ്ങിയാലും ദൃശ്യത്തിന് മറികടക്കുമോ എന്നാണ് മലയാളികൾ ചിന്തിക്കുന്നത്. ഇത് ദൃശ്യമല്ല, മറ്റൊരു തരം സിനിമയാണ് എന്ന് ജിത്തുവിന് ആദ്യമേ പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. നേര് ഒരു കോടതിക്കകത്ത് നടക്കുന്ന വാദപ്രതിവാദങ്ങളിലൂടെ ചൂടുപിടിക്കുന്ന ത്രില്ലറാണ്. വലിയ സംഭവ വികാസങ്ങളല്ല നേരിലുള്ളത്. ആഘോഷങ്ങളില്ലാത്ത ഒരു കഥ, ഓരോ ചെറിയ വഴിത്തിരിവിലും ഏറെ ശ്രദ്ധയോടെ കോർത്തെടുത്ത സിനിമയാണ് നേര്. ക്വാളിറ്റിയുള്ള സിനിമയിലൂടെ മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവ് സാധാരണക്കാരായ സിനിമാ ആസ്വാദകർക്ക് ഏറെ ആഹ്ലാദകരമാണ്. ആദ്യാവസാനം കെട്ടുമുറുക്കി വരുന്ന ശൈലിയാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ചിത്രം കണ്ടു കഴിയുമ്പോൾ മോഹൻലാൽ മുതൽ പ്രിയാമണി വരെയുള്ളവരുടെ അഭിനയ തികവിൽ അഭിമാനിക്കാം. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കുറ്റകൃത്യം. ആ കുറ്റകൃത്യത്തിന്റെ പ്രത്യേകത മൂലം വളരെ എളുപ്പത്തിൽ കേസ് തോറ്റുപോകുന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഏറെക്കാലമായി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അഡ്വക്കേറ്റ് വിജയമോഹനെ തേടി വാദികൾ എത്തുകയാണ് തങ്ങൾക്ക് നീതി ലഭിക്കാൻ. കോടതി നടപടികളുടെ ടച്ച് വിട്ടുപോകുമെന്ന തിരിച്ചറിവോടെ താൻ തോറ്റുപോകുമെന്ന് പലതവണ പറഞ്ഞിട്ടും അയാൾക്ക് കേസ് ഏറ്റെടുക്കേണ്ടി വരികയാണ്. പതിയെ അയാൾ കേസുമായി മുന്നോട്ടു പോവുകയാണ്. വളരെ ലളിതമായി, വളരെ പതുക്കെ, ഓരോ ചെറിയ കാര്യവും ശ്രദ്ധയോടെ അവതരിപ്പിച്ചാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സിലേക്കുള്ള അനേകം കോണിപ്പടികൾ പതിയെ കയറിപ്പോകുന്ന തരത്തിലാണ് സിനിമയുടെ ഘടന. സിനിമയിൽ ഒരിടത്തും മോഹൻലാൽ എന്ന താരമില്ല. അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രം മാത്രമാണ്. ഇതു നടനാണ് എന്നത് മറന്ന് പ്രേക്ഷകർ കഥയിൽ കഥാപാത്രത്തിലൂടെ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ അതാണ് ആ നടന്റെ വിജയം. മാസും വിസിലടികളും തട്ടുപൊളിപ്പൻ ഡയലോഗുകളും ആക്ഷനും ഒന്നുമില്ല. നെഞ്ചിൽ തട്ടുന്ന അഭിനയ തികവാണ് ഒരു നടന്റെ കഴിവ് തെളിയിക്കുന്നത്. മോഹൻലാലിനോട് തോൾ ചേർന്ന് നിൽക്കുന്ന അഭിനയ തികവാണ് സിദ്ദീഖ് ജഗദീഷ്, അനശ്വര രാജൻ തുടങ്ങിയവർ നടത്തുന്നത്. അവരുടെ കാര്യത്തിലാണ് ചിത്രം വിശ്വസനീയമായി മുന്നോട്ടു പോകുന്നത്. കഥാപാത്രങ്ങൾക്ക് ചേർന്ന കാസ്റ്റിംഗ് കൃത്യമാണ്. അനശ്വര ചിത്രത്തിലുടനീളം കയ്യടി അർഹിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. ചെറിയൊരു വേഷത്തിൽ ഒരിടത്ത് വന്നു പോകുന്ന ഷെഫ് പിള്ള പോലും മികച്ചൊരു നടനാണെന്ന് സമ്മതിക്കേണ്ടി വരും. കഥയിൽ തിരക്കഥാകൃത്ത് അങ്ങിങ്ങായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില മുഹൂർത്തങ്ങൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തും. ക്ലൈമാക്സിൽ ചെറിയ രീതിയിൽ രോമാഞ്ചമുണ്ടാക്കാനും ജിത്തുവിന് കഴിയുന്നുണ്ട്. ഒരു തുള്ളി കണ്ണീർ പൊടിയിൽ തൻ്റെ കണ്ണു മറച്ചുകൊണ്ട് കണ്ണട വെച്ച് കോടതിയുടെ ഗേറ്റ് കടന്ന് ആൾക്കൂട്ടത്തിലേക്ക് നടന്നു പറയുന്ന മോഹൻലാൽ കഥാപാത്രം. വർഷങ്ങളായി മലയാളി പ്രേക്ഷകർ മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിച്ച അഭിനയ തികവ് വീണ്ടും വെള്ളിത്തിരയിൽ കാണാൻ കഴിയുന്നു. ഒരു മികച്ച അഭിനേതാവ് എങ്ങനെ തൻ്റെ കഥാസന്ദർഭങ്ങളെ അനായാസമായി കൈകാര്യം ചെയ്യുന്നുവെന്നതിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നേരിലെ വിജയമോഹൻ എന്ന കഥാപാത്രം. ഇതൊരു തിരിച്ചുവരവാണ്. നല്ല കഥകളുണ്ടാക്കി മോഹൻലാലിന് കൊടുക്കൂ. പ്രേക്ഷകരെ അമ്പരപ്പിക്കാൻ അദ്ദേഹത്തിലെ നടൻ കാത്തിരിക്കുകയാണ്. ഇക്കാര്യം നേര് അടിവരയിട്ട് കാണിച്ചു തരുന്നു. ചിത്രത്തിൻ്റെ ഒന്നാം ദിന കളക്ഷൻ 2.75 കോടി, രണ്ടാം ദിന കളക്ഷൻ 2.10 കോടി, മൂന്നാം ദിന കളക്ഷൻ 2.87 കോടി. അങ്ങനെ ചിത്രത്തിൻ്റെ 3 ദിവസത്തെ കളക്ഷൻ 7.72 കോടിയാണെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.